ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാ ദിവസവും സന്തോഷമുള്ള ദിവസമാണ്. എന്നാൽ ചില പ്രത്യേക സന്തോഷങ്ങൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ക്രിസ്റ്റീനയും സാറയും അവർ സ്നാനപ്പെടണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാനപ്പെടാൻ പോകുന്നതായിട്ടുള്ള പ്രിയ കുഞ്ഞുങ്ങളോടും സ്നാനപ്പെട്ടവരായിട്ടുള്ള നമ്മളിൽ ഭൂരിപക്ഷം ആളുകളോടും ഇനി സ്നാനത്തെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതായിട്ടുള്ള ബാക്കിയുള്ളവരോടും ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയത് ആളുകളെ? അവരോട് സുവിശേഷം പറഞ്ഞ് അവര് വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെ സ്നാനപ്പെടുത്തിയത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനായിട്ട് പ്രിയ ജോസഫോൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് സുവിശേഷം പറയണം എന്ന് ഉള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണ് സുവിശേഷം? ഇന്ന് ലോകത്തിൽ സുവിശേഷത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സുവിശേഷം? വചനത്തിൻ്റെ അറിവും പരിജ്ഞാനവും ഒക്കെ നമുക്കുള്ളതുകൊണ്ട് അധികം വചനങ്ങൾ വായിച്ച് അത് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു പക്ഷേ അനേകരും ശ്രദ്ധിക്കാതെ പോകുന്ന സുവിശേഷത്തിൻ്റെ ചില തലങ്ങളെ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിട്ടുള്ള ചില തലങ്ങളെ. ശരി, സുവിശേഷം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സുവിശേഷം പറയാൻ പോവുകയാണെന്നൊക്കെ നമ്മൾ പറയും, ഇല്ലേ? സുവിശേഷം പറയാൻ പോവുകയാണ്. എന്താണ് നമ്മൾ പോയി പറയുക? കർത്താവായ യേശു ക്രിസ്തുവിലാണ് രക്ഷ, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം എന്ന് പറയാൻ പോകുന്നതിനെയാണ് സുവിശേഷം പറയാനായിട്ട് പോവുക എന്ന് ആളുകൾ സാധാരണ ഉദ്ദേശിക്കാറുള്ളത്. എന്നാൽ സുവിശേഷത്തെ അങ്ങനെ ഒതുക്കി നിർത്താവുന്നതായ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒതുക്കി നിർത്താവുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയോട് സുവിശേഷം പറയാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ കേവലം വിശ്വാസത്തിലേക്ക് നടത്തുന്നതായിട്ടുള്ള വാക്കുകൾ മാത്രമല്ല ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, എന്താണ് യഥാർത്ഥത്തിൽ സുവിശേഷം? ദൈവത്തോട് ബന്ധമില്ലാതിരുന്ന പാപമുഖാന്തരം ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര യാഗത്തിൽ വിശ്വസിച്ച് അവരുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് യേശു ക്രിസ്തുവിലോട് ചേരുക, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അവരിൽ വാസം ചെയ്യാൻ തുടങ്ങുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്നും അങ്ങനെ ആ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ദേഹിയുടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി മുതലായിട്ടുള്ള സകല മേഖലകളുടെയും ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുന്നതുവരെയുള്ള മുഴുവൻ പ്രോഗ്രാമിനെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? പൊതുവിൽ അങ്ങനെ ചിന്തിക്കാറില്ല. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. അപ്പോൾ ഒരാള് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ദൈവം അവരിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞു, അല്ലേ? നമ്മൾ പൂർത്തിയായി എന്ന് പറയുന്നിടം യഥാർത്ഥത്തിൽ കർത്താവ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സുവിശേഷത്തെ സ്നാനത്തോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടല്ല
മറിച്ച് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവര് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളൊക്കെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്ന് വിശ്വസിച്ചവരാണ്. നാമും നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടവരാണ്. കർത്താവിന്റെ വരവ് എൻ്റെ തലമുറയിൽ ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കാനായിട്ട് പാടില്ല. അപ്പോൾ കർത്താവ് അഥവാ വന്നില്ലെങ്കിൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവ് വന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ എങ്ങനെ വെളിപ്പെടണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെടുത്തുന്നത് വരെയുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച്, ഒന്നാമത്തെ സുവിശേഷ പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു പ്രത്യേക കാര്യം പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 2-ാമത്തെ അധ്യായം അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷയുടെ സന്ദേശം പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പ്രസംഗിച്ചു എന്നുള്ളത് നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങളും എന്നവിടെ പറയുന്നുണ്ടല്ലോ. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. പല വാക്കുകൾ, അത് എല്ലാം ഒന്നും രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. അവരെ രക്ഷയെക്കുറിച്ചും ജീവിതത്തിന്റെ സമർപ്പണത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും അന്ന് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി വെളിപ്പെടുന്നത് വരെയുള്ളതായിട്ടുള്ള ദൈവിക പരിപാടിയാണ് എന്നൊക്കെ അവിടെ പത്രോസ് അപ്പോസ്തലൻ അവരോട് പ്രസംഗിച്ചു കാണും. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യം എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് തന്നെ പത്രോസ് ഇവിടെ പറയുന്നത് എന്താ? അപ്പോസ്തലനോട് പറയുന്നത് എന്താ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അപ്പോൾ മനുഷ്യന്റെ രക്ഷ, സുവിശേഷത്തിന്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്നതായിട്ടുള്ള മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നുള്ളതും കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നെ തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകുമെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷയ്ക്ക് 3 തലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ സാധാരണഗതിയിൽ അതിൻ്റെ 1-ാമത്തെ തലം കൊണ്ട് തൃപ്തിപ്പെടുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ 1-ാമത്തെ തലം കൊണ്ട് അവസാനിക്കുന്നതല്ല സുവിശേഷത്തിന്റെ പ്രവൃത്തി. ഈ 1-ാമത്തെ തലത്തിൽ ആരംഭിക്കുന്നതാണ് സുവിശേഷത്തിന്റെ പ്രവൃത്തി. മക്കളെ, നിങ്ങൾക്കത് മനസ്സിലായോ? ക്രിസ്റ്റീന, മനസ്സിലായോ? സ്നാനപ്പെടുന്നതോടുകൂടി രക്ഷിക്കപ്പെട്ടു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എൻ്റെ ആത്മരക്ഷയുടെ അല്ലെങ്കിൽ എൻ്റെ ആത്യന്തികമായിട്ടുള്ള രക്ഷയുടെ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ദൈവം ഒരു പ്രവൃത്തി എന്നിൽ ആരംഭിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുവാനായിട്ട് എൻ്റെ ഒരു സഹകരണം ആവശ്യമാണ്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും ഈ സുവിശേഷത്തിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവ് അന്ത്യകൽപ്പന കൊടുക്കുന്നതായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്നാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസ ജീവിത യാത്ര ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ട് പിന്നെ അനന്യാസ് പോയി പൗലോസ് അപ്പോസ്തലനോട് സുവിശേഷമൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഭക്ഷണമോ വെള്ളമോ കഴിക്കാതിരുന്നതായിട്ടുള്ള
പൗലോസ് അപ്പോസ്തലനെ ആദ്യം കൊണ്ടുപോയി സ്നാനപ്പെടുത്തി അതിനുശേഷമാണ് ഭക്ഷണം പോലും കൊടുത്തത് എന്ന് നമുക്ക് ആ വേദഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ശരി, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതായിട്ടുള്ളൊരു ഭാഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണല്ലോ. 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഇവിടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ, അപ്പോൾ സ്നാനത്തിൽ നമ്മൾ ആരോട് ചേരുകയാണ് ചെയ്യുന്നത്? ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായിട്ടുള്ള നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരല്പം വ്യത്യാസത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ബാപ്റ്റൈസ്ഡ് ഇൻടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ എന്ന് മലയാളത്തിലും, ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ എന്ന് ഇംഗ്ലീഷിലും തർജ്ജമകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ മൂലഭാഷയിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി പരിശോധിച്ചു. അവിടെ പരിശോധിച്ചപ്പോൾ ഐസ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അതിന് ടു എന്നും ഇൻഡു എന്നും അർത്ഥമുണ്ട്. അതായത് മലയാളത്തിലേക്കുള്ള തർജ്ജമയും ഇംഗ്ലീഷിലെ തർജ്ജമയും രണ്ടും കൃത്യമാണ്, ശരിയാണ്. എന്നാൽ മലയാളത്തിൽ തർജ്ജമ ചെയ്ത ആളുകൾ ടു ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിലും ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത ആളുകൾ ഇൻടു ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള നിലയിലുമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിന് അങ്ങനെ ഒരു പെശക് പറ്റില്ല. ഇത് രണ്ടും സത്യമാണ് എന്നാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ട് രീതിയിലും തർജ്ജമ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു പദമാണ് അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ എന്ന് പറഞ്ഞാലും, എന്ന് തർജ്ജമ ചെയ്താലും, ക്രിസ്തുവിൽ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്ന് പറഞ്ഞാലും അത് രണ്ടും ഒരേപോലെ സത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരാൾ സ്നാനപ്പെടുമ്പോൾ അത് ക്രിസ്തുവിനോട് ചേരുകയാണ്. അതുപോലെ തന്നെ അവർ ക്രിസ്തുവിൽ ആകുകയാണ്. നമ്മൾ വെള്ളത്തിൽ സ്നാനം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിൽ ആകുന്നു എന്നാണ് അതിന് അർത്ഥമാക്കിയിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എങ്ങനെയാ കാണുന്നത്? നമ്മളെ കാണാൻ പറ്റുമോ? നമ്മുടെ ചുറ്റും ക്രിസ്തുവാണുള്ളത്. അപ്പോൾ സ്നാനമേൽക്കുമ്പോൾ ഒരാൾ ക്രിസ്തുവിൽ മുങ്ങുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുകയാണ്. രണ്ടും ഒരേപോലെ സത്യമാണ്, ഒരേ അർത്ഥമാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ഒരു പ്രിയ സഹോദരി കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സ്നാനപ്പെട്ടിരുന്നു, നമുക്കറിയാമല്ലോ. അന്ന് സ്നാനമൊക്കെ കഴിഞ്ഞു. സ്നാനത്തിന് മുമ്പ് സഹോദരിയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. സ്നാനം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ സഹോദരിയെ വിളിച്ചു. സഹോദരി വിളിച്ചൊരു മെസ്സേജാണ് അയച്ചത്. എന്നിട്ട് ചോദിച്ചു, പുതിയ സൃഷ്ടിയായിരിക്കുന്ന ദിവ്യയെ ഇപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനെനിക്ക് മറുപടി വന്നത്, they are shocked to see the change in my life. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വ്യത്യാസം കണ്ട് കുടുംബക്കാരെല്ലാം ഷോക്ക് അടിച്ചിരിക്കുകയാണ് എന്നാണ് ആ സഹോദരി എന്നെ മറുപടി തന്നത്. ആ മെസ്സേജ് എൻ്റെ അടുക്കലുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ മെസ്സേജിന് വളരെ വിലയേറിയ ഒരു മെസ്സേജായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ക്രിസ്റ്റീന സാറ ഇന്ന് സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ നിങ്ങളുടെ നാളെ മുതലുള്ള ജീവിതം വീട്ടുകാരും കൂട്ടുകാരും അയൽവാസികളും ഒക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഷോക്ക് അടിക്കണം. ഇതെന്ത് പറ്റി അല്ലേ?
അങ്ങനെ ഒരു വലിയ രൂപാന്തരവും വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ സുവിശേഷത്തിന് സാധിക്കും. നമ്മളുടെ വിശദീകരണം ക്രിസ്തു എന്ന തലയോളം നാം വളരുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു ആജീവനാന്ത പ്രക്രിയയാണെങ്കിലും മറ്റുള്ളവർ ദർശിക്കത്തക്കതായിട്ടുള്ള വളരെ പ്രകടമായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെയും രക്ഷയുടെയും ഒരു തെളിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലന് ഒരു നല്ല ജീവിതത്തിനുടമയായി തീരുന്നതിന് വേണ്ടി എത്ര വർഷം എടുത്തു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആളുകളൊക്കെ പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ് എന്ന് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് എത്ര കാലം എടുത്തു കാണും? സമയമൊന്നും എടുത്തില്ല അല്ലേ? പെട്ടെന്നായിരുന്നു. പക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദർശിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ 10, 25, 30, 40, 50 വർഷം കഴിഞ്ഞതിന് ശേഷവും നമ്മളോട് ഇടപെടുന്ന ആളുകൾക്ക് ഒരു ഷോക്ക് അടിക്കത്തക്കതായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിലില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന, സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനകത്ത് വസിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനവും അതിനോട് കൂട്ടുനിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലം ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെ ഒരു ജീവിതമാണ് നമുക്ക് ഈ സ്നാനപ്പെട്ടതിന് ശേഷവും ഉള്ളതെങ്കിൽ നാം ക്രിസ്തുവിലായിട്ടില്ലയോ എന്നുള്ള ഒരു ഭയമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ ഒരു ഭയത്തിൽ ജീവിക്കേണ്ടതല്ല ആവശ്യം പക്ഷേ ഇല്ല. നാം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ കർത്താവ് നമ്മെ സ്വീകരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അനേക ദൈവമക്കളും ഇന്ന് പറയുന്ന ഇന്നത്തെ സഭകളിലൊക്കെ രക്ഷിക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണെന്നാണ്. എന്നാൽ നമ്മളൊക്കെ ആരെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടില്ലയോ എന്നുള്ള സംശയത്തോടു കൂടിയൊന്നും അല്ല നമ്മളാരും ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയുണ്ട്. രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മളിൽ വരുന്നതായിട്ടുള്ള വ്യത്യാസം അതിനൊരു തെളിവാണ്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മളിൽ ഒരു നല്ല ഫലവും ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് മാത്രവുമല്ല, നമുക്കറിയാം ഒരാള് വീണ്ടും പ്രാപിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ? പത്രോസ് അപ്പോസ്തലൻ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അല്ലെ? പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതവും ഒരു അവിശ്വാസിയുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതിനോട് ചേർന്ന് ഞാൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം ചേർത്ത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ൽ നമ്മൾ വായിച്ചത് 2:30 നമ്മൾ വായിച്ചത് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. റോമർ 8:23 നമ്മൾ വായിക്കുന്നത് ആത്മാവ് എന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പോൾ ഒരാൾ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ആ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള പ്രവർത്തനത്തെ കുറിച്ചാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നിങ്ങളും നാമും, ആ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പോൾ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഞരക്കം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ അവനോട് സദൃശ്യന്മാരാകുമെന്നാണ്. അവനെ പോലെയാകും, നാം അവനെ കാണും, അവനെ പോലെയാകും, അവനോട് സദൃശ്യന്മാരാകും. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതായിട്ടുള്ള ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഒരു വലിയ ഞരക്കമുണ്ട്. എന്താണ് ആ ഞരക്കം? എനിക്ക് എൻ്റെ ഈ ശരീരം വിട്ട് എൻ്റെ കർത്താവിനോട് ചേർന്ന് ആ ഒരു പുത്രത്വത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് പോകണം. ഇത് വിശ്വാസി, പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ അവശ്യം ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഞരക്കമാണ്.
കാരണം ആത്മാവിനെ പ്രാപിച്ച് കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഒരിക്കലും അവർക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ഒന്നും തരാത്തതായിട്ടുള്ള ഒരു ലോകമാണ്. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ ജഡം തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലുമുള്ള ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിൽ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും, നമ്മുടെ ജഡത്തിൽ കന്മഷമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊന്നും നമ്മെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതല്ല, എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ആത്മാവെന്ന ആദിദാനം ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഞരക്കം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയുള്ള ഞരക്കമാണ്. അത് ആത്മാവുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെ സ്നാനപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലാവുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഇന്നു മുതൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഞരക്കം എന്താണ്? എൻ്റെ കർത്താവ് എന്ന് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തി തന്നോട് സദൃശ്യന്മാരാക്കി പുതിയ ഒരു ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് എന്ന് ഞാൻ ഉടമയാകും, അതുവരെ എനിക്കൊരു സ്വസ്ഥതയില്ല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലെങ്കിൽ നാം വെറുതെ ഭക്തിയുടെ ഒരു വേഷം കെട്ടി അതിന്റെ ശക്തിയെ ത്യജിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് നാം തീരും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്ന അവർ അഭക്തിയിൽ അധികം മുതിർന്നു വരുമെന്നാണ്. അവരെ കുറിച്ചൊരു പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല എന്നുള്ളതാണ് തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്നാനപ്പെടാൻ പോകുന്നതായിട്ടുള്ള ആളുകളും സ്നാനപ്പെട്ടിരിക്കുന്നവരും ഒരുപക്ഷെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെയും മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവലം സഭായോഗത്തിന് വന്ന് അവിടെ ചില ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത് നമ്മുടെ സൗകര്യം പോലെ പോയി ജീവിക്കുന്ന ഒരു ജീവിതമല്ല, മറിച്ച് ഞെരങ്ങിക്കൊണ്ട് കർത്താവിനോട് ചേരുവാൻ ആ ഉയർപ്പിന്റെ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് എന്നുള്ളൊരു കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് പ്രിയ കുഞ്ഞുങ്ങളുടെ സ്നാനത്തിനായിട്ട് സ്നാനക്കളവിലേക്ക് പോകാം. ഈ സമയത്ത്